ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാഷിന്ദക്കി. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ എടുക്കാൻ പോവാണ്. അപ്പോൾ ഇന്നും നമ്മൾ കുക്കിംഗ് തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബീഫ് റോസ്റ്റാണ്. അപ്പോൾ ഇത് എത്രത്തോളം ശരിയാവുമെന്ന് അറിയാം. നമുക്കിത് പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടുകൊണ്ട് നമ്മൾ അടിപൊളി സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് തന്നെ ആദ്യമായി ആവശ്യമായിട്ടുള്ളത് പറഞ്ഞാൽ ഞങ്ങളിവിടെ കൈക്ക് എടുത്തിട്ടുണ്ട്. ബീഫാണ് ആദ്യമായിട്ട് തന്നെ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ബീഫ് എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മാരിനേഷൻ ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ടേസ്റ്റിന് ആവശ്യത്തിനായി ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് കുഴച്ച് കൊടുക്കണം. അപ്പോൾ മസാല എല്ലാ ഭാഗത്തും നല്ലവണ്ണം എത്താൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിതാ മിക്സ് ചെയ്ത് വെച്ച ബീഫ് കഷ്ണങ്ങൾ കുക്കറിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റൗവ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കർ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിതാ ഉള്ളി അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു സവാള എടുത്തിട്ടുള്ളൂ. ഈ ഭാഗം നമുക്ക് കളഞ്ഞെടുക്കണം. ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മൾ ഇതാ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് സവാള, പിന്നെ കുറച്ച് ഒരു ഫുള്ള് ഉരുളക്കിഴങ്ങ്, പിന്നെ 3 പച്ചമുളക്, പിന്നെ തക്കാളി. ഇനി നമുക്ക് ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വേകാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, മുളക് പൊടി ഇട്ട് കൊടുക്കുക, ജീരക പൊടി ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. അത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. തക്കാളിയും അതിനൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ഉരുളക്കിഴങ്ങ് മുഴുവനായി ഇട്ട് കൊടുക്കാം. അതും നല്ലവണ്ണം ഇതിൻ്റെ കൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും തമ്മിൽ അരച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ വേണോ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല വെണ്ണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് വെച്ച് കൊടുക്കുക. ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും പോയി കാണുക. ഈ തക്കാളി സോസ് ഇടാൻ നിർബന്ധമില്ല. നല്ല വെണ്ണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ബീഫ് റോസ്റ്റ് ഇതാ അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഇത് ചോറും കൂട്ടി കഴിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ണങ്ങൾ എടുക്കുന്നുണ്ട്. ഇനി ഇത് ചോറും കൂട്ടി കഴിക്കാം. അതിന് വേറെ കറികളൊന്നും ആവശ്യമില്ല. എന്താ പറയുക, അടിപൊളി രസം തന്നെയാണ്. ആ മസാല കണ്ടോ,
വീട്ടിൽ നിന്ന് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ബീഫ് റോസ്റ്റ് തന്നെയാണ്. എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ റോസ്റ്റ് കണ്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ മസാലയൊക്കെ അടിപൊളിയായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ബീഫ് നല്ല എണ്ണം ഓവർ കുക്കായിട്ടില്ല, എന്നാൽ തീരെ വേഗാതെ നിന്നിട്ടില്ല, നല്ല പെർഫെക്റ്റ് വേവ് തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ അതിനോട് പറയാൻ പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ചിലപ്പോൾ മസാല പിടിക്കാതിരിക്കും. ഇത് കറക്റ്റായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഇഞ്ചിയുടെ ആവശ്യമില്ല, ഇഞ്ചി ആവശ്യമില്ല. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാമെന്ന് ആശംസിക്കുന്നു.